Example 22. Let f from set 1 to 3 to set ABC be 1, 1 and onto function given by f of 1 is equal to a, f of 2 is equal to b and f of 3 is equal to c. Show that there exists a function g from set ABC to set 1 to 3 such that g composition f is equal to ix and f composition g is equal to iy, where x is equal to set 1 to 3 and y is equal to set ABC. നമുക്ക് എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എന്നും എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു ഐ വൈ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിന് മുന്നേ ഈ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഈ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ഐ എക്സും എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐ വൈയും വരുന്ന രീതിക്ക് നമുക്ക് ഈ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. തന്നേക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ഇതാ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1, 2, 3യിൽ നിന്ന് എ ബി സിയിലോട്ടുള്ളതാണ് തന്നിട്ടുണ്ട്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എ ആണ്, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു ബി ആണ്, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു സി ആണ്. ഇനി നമുക്ക് ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് എ ബി സിയിൽ നിന്ന് സെറ്റ് 1, 2, 3യിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണത് ജി ഓഫ് എ ഇസ് ഈക്വൽ ടു 1 ആയിട്ടും ജി ഓഫ് ബി എന്ന് പറയുന്നത് 2 ആയിട്ടെടുത്തു ആൻഡ് ജി ഓഫ് സി എന്ന് പറയുന്നത് 3 ആയിട്ടെടുക്കണം. അപ്പോൾ കൺസിഡർ ജി ഫ്രം എ ബി സി ടു 1, 2, 3 ആസ് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ easily verify G composition F is equal to Ix, F composition G is equal to Iy. ഫസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് നോക്കാം. അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടോട്ടുള്ള മാപ്പിംഗ് ആണ് നോക്കാം. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലോട്ടുള്ളത്. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണ്. അത് ജിയുടെ കോഡൊമൈനിലേക്ക്. ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണ്. അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1, 2, 3യിൽ നിന്ന് സെറ്റ് 1, 2, 3യിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഇനി ഇത് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എന്നാണ് കാണിക്കേണ്ടത്. ഐ എക്സ് എന്ന് പറയുന്നത് എന്താ? ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. അതുപോലെ ഐ വൈ ഉണ്ട്. ഐ വൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ഫോർ എവറി വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ. ഇങ്ങനെയാണ് ഐ എക്സ്. ഇതാണ് ഐ എക്സിൻ്റെ വൈ വൈയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഫസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഡൊമൈൻ 1, 2, 3 ആണ്. നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1ഉം ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2ഉം ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3യും കണ്ടുപിടിക്കണം. ഡൊമൈനിലത്തെ എലമെൻസിൻ്റെ. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് 1 ആണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്. ഇനി ജി ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിട്ടും ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എടുക്കുക. ഡെഫിനേഷൻ അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടും വിച്ച് ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് ബി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജി ഓഫ് ബി നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്? 2 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 2. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് 3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് സി ആണ്. ജി ഓഫ് സി എന്ന് പറയുന്നത് എന്താ? 3 ആണ്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 2 ആണ്, 3യുടെ ഇമേജ് 3 ആണ്. നമ്മൾ ഐ എക്സ് ഓഫ് എക്സ് നോക്കി നോക്കിയേ. ഐ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. അതായത് ക്യാപിറ്റൽ എക്സിലത്തെ ഏതൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ആ എലമെൻറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഐ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ജി കോമ്പോസിഷൻ എഫിനെ ഐ എക്സ് ആണെന്ന് പറഞ്ഞ് എഴുതാമല്ലോ. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് എഴുതാലോ. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സെറ്റ് 1, 2, 3 എന്നാണ് എടുക്കുന്നത്. ഈ സെറ്റ് 1, 2, 3 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് ആയിട്ട് തന്നിട്ടുണ്ട്.
അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് രണ്ടിനും നമുക്ക് എന്ത് കിട്ടും? ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഇതായിരുന്നു ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐ വൈ ആണെന്ന് കാണിക്കണം. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ജിയുടെ ഡൊമൈനിൽ നിന്ന്, ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എ ബി സി ആണ്, ജിയുടെ ഡൊമൈനിൽ നിന്ന് എഫിൻ്റെ കോഡൊമൈനിലോട്ടുള്ളതാണ്. അതായത് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുമ്പോൾ ജിയുടെ ഡൊമൈനിൽ നിന്ന് എഫിൻ്റെ കോഡൊമൈനിലോട്ട്. അപ്പോൾ എ ബി സിയിൽ നിന്ന് സെറ്റ് എ ബി സിയിൽ നിന്ന് സെറ്റ് എ ബി സിയിലോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത്. നമുക്ക് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ടു സെറ്റ് എ ബി സി ആണെന്ന് പറഞ്ഞു കിട്ടും. നമുക്കിത് ഐ വൈ ജി എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐ വൈ ആണെന്ന് കാണിക്കണം. ഫസ്റ്റ് തന്നെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് എ ആണ്, എ ബി സി കണ്ടുപിടിക്കണം. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി കണ്ടുപിടിക്കണം. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി കണ്ടുപിടിക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും ഇമേജ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറയുന്നത് ഡെഫിനേഷൻ അനുസരിച്ച് എന്താ? എഫ് ഓഫ് ജി ഓഫ് എ ആണ്. ഇനി എഫ് ഓഫ് ജി ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ജി ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇനി എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്. ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി എന്ന് പറയുന്നത് ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് ജി ഓഫ് ബി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബി ആണ്. ഈ എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് സി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് സി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ എയുടെ ഇമേജ് എ ആണ്, ബിയുടെ ഇമേജ് ബി ആണ്, സിയുടെ ഇമേജ് സി ആണ്. ഇനി ഐ വൈ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വൈ ആണ് ഫോർ എവറി വൈ എലമെൻറ്റ് ഓഫ് വൈ. അതായത് ഐ വൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ആണ് ഫോർ എവറി വൈ ബിലോങ്സ് ടു വൈ. അപ്പോൾ അതേ ഡെഫിനേഷൻ തന്നെയല്ലേ ഇവിടെയും പറഞ്ഞത്. അതായത് ഇവിടെ വൈയിലത്തെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ആ എലമെൻ്റ് തന്നെയായിരിക്കും. സെയിം തന്നെ ഇവിടെയും. അതായത് എഫ് കോമ്പോസിഷൻ ജിയിലത്തെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ആ എലമെൻ്റ് തന്നെയാണ്. ബിയുടെ ഇമേജ് ബി തന്നെ, സിയുടെ ഇമേജ് സി തന്നെ. അപ്പോൾ ഇതിന് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ അല്ലെങ്കിൽ എക്സോ വൈ എന്ത് വേണമെങ്കിൽ എടുക്കാം. വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ കിട്ടും ഫോർ എവറി വൈ ബിലോങ്സ് ടു ഡൊമൈൻ എന്താ? സെറ്റ് എ ബി സി ആണ്. ഇനി ഈ സെറ്റ് എ ബി സി എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? ഈക്വൽ ടു വൈ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ഫോർ എവറി വൈ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വൈ. ഇനി ഈ എഫ് കോമ്പോസിഷൻ ജിയും ഐ വൈ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഡെഫിനേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ഈക്വൽ ആണെന്ന് പറഞ്ഞു കിട്ടും. അപ്പം എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ വൈ എന്ന് പറഞ്ഞു കിട്ടി. ഇതാണ് നമുക്ക് രണ്ടാമത് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റനിൽ. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എന്ന് പറഞ്ഞു കിട്ടി, എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐ വൈ എന്ന് പറഞ്ഞു കിട്ടി. താങ്ക് യു.